മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അത് ശരിയാണോ അല്ലയോ എന്നൊന്ന് പരിശോധിക്കണ്ടേ. പറഞ്ഞത് മറ്റൊന്നുമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പുറത്തു വന്നതിന് ശേഷമുള്ള UDF ക്യാമ്പിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. ഞങ്ങൾ സഖാവ് സ്വരാജിനെ ഇന്നലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി UDFിൻ്റെ നേതൃത്വത്തിൻ്റെ മുഖം തന്നെ വാടിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതെ, വാടി തളർന്ന അവസ്ഥയിലെന്ന് പറയുന്നു. പലരും സമ്മതിക്കൂലെങ്കിലും നമുക്ക് ദൃശ്യം വൈസ് അതൊന്ന് പരിശോധിച്ച് നോക്കാം. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം അത് UDF ക്യാമ്പിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വാക്കാൽ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കരുതും അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൃശ്യം നോക്കാം. ഇന്നിപ്പോൾ മാതൃഭൂമി ചാനൽ ലീഗ് നേതാക്കന്മാരെ എല്ലാം കൂടി നിരത്തി നിർത്തി ഒരു പ്രതികരണം എടുക്കാൻ ശ്രമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ ദൃശ്യം നോക്കിയേ. മാതൃഭൂമി അവതാരകൻ ചോദ്യം ചോദിക്കുന്നതിന് മുന്നോടിയായിട്ട് ലീഗന്മാർക്ക് വല്ലാത്ത പ്രചോദനം കൊടുക്കുകയാണ്. പക്ഷേ എല്ലാവരുടെയും മുഖവും നോക്കിയേ. ഏതോ ഒരു മരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആർക്കോ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരുടെ മുഖഭാവം ഇല്ലേ? നോക്കിയേ. PK ബഷീർ, KPA മജീദ് തുടങ്ങി ലീഗിൻ്റെ നേതാക്കന്മാരെല്ലാം താടി കൈയും കൊടുത്ത് നിൽക്കുകയാണ്. എങ്ങനെ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ട് വന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അനുസ്മരണ ലുക്ക് അല്ലെങ്കിൽ ഒരു അനുസ്മരണ വൈബിൽ ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? റിയാസ് പറഞ്ഞ വാചകം കൃത്യമല്ലേ? മുഖത്ത് ട്യൂബ് ലൈറ്റ് അടിച്ചാലും വെട്ടം ഉണ്ടാകില്ല. കാര്യം മനസ്സ് എന്ന് പറയുന്നത് മുഖത്തിൻ്റെ കണ്ണാടിയാണ്. സ്വരാജ് വന്ന് വീണത് ഉള്ളിൽ ഒരു ഇടുത്തിയായി മാറിയിരിക്കുകയാണ്. ലീഗിനെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം ഇടതുപക്ഷം കൈക്കൊണ്ടതോടുകൂടി, ആ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചതോടുകൂടി ഫ്യൂസ് ഊരി അവസ്ഥയിലെത്തി എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. ആ പ്രതികരണം കൂടി കുറച്ചൊന്ന് ശ്രദ്ധിച്ചേ. മാക്സിമം ആ അവതാരകൻ ലീഗ് നേതാക്കന്മാരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ഏക്കാത്തൊരവസ്ഥ. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. സ്വരാജ് വന്നതിന്റെ ആവേശം നമ്മൾ അല്പം മുമ്പ് കണ്ടല്ലോ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ. സ്വരാജ് വന്നത് LDF ക്യാമ്പിൽ വലിയ ആവേശമാണ്. അവർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ UDF ക്യാമ്പിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഈ സീറ്റിൽ കാലങ്ങൾക്ക് ശേഷമാണ് 2006 P ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച ശേഷം ഇതാദ്യമായി CPMന്റെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നു. മാത്രമല്ല CPM ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കില്ല എന്നൊരു ആത്മവിശ്വാസം കൂടി UDF നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അല്പസമയത്തിനകം UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോവുകയാണ്. ഇവിടെ എല്ലാം പോയില്ലേ? ഇതല്ലേ അവസ്ഥ. സകലതും പോയി, പ്രതീക്ഷിച്ചതും പോയി, കടിച്ചതും പോയി. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പെങ്ങാനും തോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും മല്ലയ്യ? നമ്മളിവിടെ അത്രയും മാപ്രകൾക്ക് പണം കൊടുത്ത് ഇതിപ്പോൾ സെമി ഫൈനലാണെന്നാ, ബിഗ് ഫൈറ്റ് ആണെന്നാ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വിലയിരുത്തലാണെന്നാ ഇതൊക്കെ പറയിപ്പിക്കുകയും ചെയ്ത് നമ്മൾ തന്നെ തേഞ്ഞ അവസ്ഥ. അപ്പോൾ റിയാസിൻ്റെ വാക്കുകൾ കൃത്യമാണെന്ന് നമുക്ക് വിലയിരുത്താം.